പാപത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നവരാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളോടൊപ്പം നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും ഒന്ന് നിറയുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമുക്കിന്ന് മറ്റെന്തിനേക്കാൾ ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ്. ഈ കരുണ നമ്മുടെ മേൽ വർഷിക്കുവാനാണ് കാരുണ്യവാനായ ദൈവം ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ, നമുക്കറിയാവുന്ന മറ്റ് നിരവധി ആളുകൾ, അവരുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ പ്രത്യേകം സമർപ്പിക്കാം. ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മറിയത്തെയും ജോർജിനെയും പ്രത്യേകം സമർപ്പിക്കാം. കർത്താവിൻ്റെ കരസ്പർശനം അവരുടെ മേലുണ്ടാകുവാൻ വളരെ പ്രത്യേകമായിട്ട് അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് വരെ വർഷിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആ നിയോഗങ്ങളെല്ലാം നമ്മളും എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് അല്പസമയം കർത്താവിനെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. കർത്താവേ, ലോകമാസകലമുള്ള എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രത്യേക നിയോഗങ്ങൾ, അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അൾത്താരയിലേക്ക് ഉയർത്തപ്പെടുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സംസ്ഥാനങ്ങളിരിക്കാം. അല്പസമയം നമ്മൾ ദൈവ കരുണയെക്കുറിച്ച് വചന വെളിച്ചത്തിൽ ധ്യാനിച്ച് ആ കരുണ, അതിൻ്റെ അഭിഷേകം നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിന് ഒരു തേജസ് ഉണ്ടാകണം, ഓജസ് ഉണ്ടാകണം. അതിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ എടുക്കാനും കൊടുക്കാനും തയ്യാറാകണം. ഏതാനും മേഖലകളിൽ നമുക്ക് എടുക്കേണ്ടതായ കാര്യം, എടുക്കുന്നതോടൊപ്പം കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ്, നൽകൽ എടുക്കൽ അല്ലെങ്കിൽ എടുക്കൽ നൽകൽ, ആ ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് യഥാർത്ഥ ഓജസ്സും തേജസ്സും ഒക്കെ കൈവരിക. ഇതിൽ ഒന്നാമത്തെ കാര്യം സ്നേഹമാണ്. നമ്മൾ സ്നേഹം എടുക്കണം, സ്നേഹം കൊടുക്കണം. അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. സ്നേഹം എടുക്കുക എന്നുള്ളത്, ആ സ്നേഹം കൊടുക്കുക എന്നുള്ളത്. നമുക്കറിയാം, ജെറമിയായുടെ പുസ്തകം 31:3 വായിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, നിങ്ങളോടുള്ള വിശ്വസ്തത അചഞ്ചലവുമാണ്. യെശയ്യായുടെ പുസ്തകം 46
3-ാമത്തെ വചനം എടുക്കുമ്പോൾ ദൈവം ഇസ്രായേൽക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നീ നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ, നീ ജനിച്ചൊരു കൊച്ചുകുട്ടിയായി വളർന്നു വന്നപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച മറ്റൊരാളെ കാണിച്ചു തരാൻ പറ്റുമോ? എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ സ്നേഹം നിനക്ക് നരബാധിച്ചാലും ഞാൻ തുടരും എന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യാവസാനം ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നത് ദൈവത്തിനാണ്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞവർ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, മാതാപിതാക്കളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, മക്കളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, ജീവിത പങ്കാളിയിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, സുഹൃത്തുക്കളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവം കഴിഞ്ഞിട്ടേ മറ്റാരെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ശരിയായ അറിവ് ലഭിച്ചവരുടെ ആ ഒരു മനോഭാവം. കാരണം അത്ര വ്യക്തതയോടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റാർക്കും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. ഈ സ്നേഹം നീ ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ ഞാൻ ആരംഭിച്ച ആ സ്നേഹം നിനക്ക് നരബാധിക്കുമ്പോഴും അതുപോലെ തന്നെ ഞാൻ തുടരും എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഒപ്പം കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സ്നേഹം എടുത്താൽ പോരാ, ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 3-ാം അധ്യായം 11-ാമത്തെ വചനം, 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം, ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം എടുക്കുന്നതും കർത്താവിൻ്റെ നാമത്തിൽ പരസ്പരം സ്നേഹിക്കുന്നതും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥം പകരുന്ന, തേജസ്സും ഓജസ്സും പകരുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം. രണ്ടാമതൊരു കാര്യം, എടുക്കാനും കൊടുക്കാനുമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമ. ദൈവത്തിൽ നിന്നും നമ്മൾ ക്ഷമ എടുക്കണം. നമുക്ക് തെറ്റുപറ്റിയോ, പാപത്തിൽ വീഴാൻ ഇടവന്നോ, കർത്താവിൻ്റെ ക്ഷമ നമ്മൾ എടുക്കണം. അതിന് നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയണം. ഒരു കുമ്പസാരം വേണമെങ്കിൽ കുമ്പസാരം നടത്തണം. ഇനി ആ ക്ഷമ എടുക്കാതിരുന്നാൽ അത് പിന്നെ നമ്മുടെ മനസ്സിൽ മുറിവായി മാറും. അത് പിന്നെ നമുക്ക് കുറ്റബോധമായിട്ട് മാറും. അത് പിന്നെ നമുക്ക് ഡിപ്രഷന് കാരണമായി മാറാം. പകരം നീ എത്ര വലിയ പാപിയാണേലും കർത്താവിൻ്റെ കാരുണ്യം നിനക്ക് അർഹമാണ് എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫൗസ്റ്റീനായിലൂടെ കർത്താവ് ലോകത്തെ പഠിപ്പിച്ച വലിയൊരു കാര്യം അതാണ്. നിന്റെ പാപം എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യം അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും നിനക്ക് ക്ഷമ പ്രതീക്ഷിക്കാൻ പറ്റും, അതെടുക്കാൻ പറ്റും. അതിന് കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൽ നിന്നും ക്ഷമ എടുക്കുന്നത് പോലെ പരസ്പരം ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. മത്തായി 18:35 പറഞ്ഞിട്ടുണ്ട്, ഹൃദയപൂർവ്വം നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും പെരുമാറും. പറയുന്നുണ്ട്, ക്ഷമ അനുഭവിച്ച വ്യക്തികൾക്ക് പരസ്പരം ക്ഷമിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം തന്നെ എത്രയോ പ്രാവശ്യം കർത്താവ് നമ്മളോട് ക്ഷമിച്ചാലാണ് ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക. ആ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യം, ഞാൻ നിന്നോട് നിരന്തരം ക്ഷമിക്കുന്നത് പോലെ നീ നിൻ്റെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം, നിരന്തരം ക്ഷമിക്കണം. അതിനകത്ത് ലിമിറ്റൊന്നും വെക്കേണ്ട ഒരു കാര്യവും ഇല്ല, വെക്കാൻ പാടില്ല എന്നാണ് ദൈവം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുക. നിൻ്റെ ശത്രുവിനോട് പോലും നീ ക്ഷമിക്കണം, നിന്നെ ദ്രോഹിച്ച വ്യക്തിക്ക് വേണ്ടി പോലും നീ പ്രാർത്ഥിക്കണം എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരുണ്യം. ദൈവം നമ്മുടെ മേൽ കാരുണ്യം ചൊരിയുന്ന ദൈവമാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ കാണുന്നുണ്ട്, മത്തായി 18:33 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ. പറയുന്നുണ്ട്, ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് പോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. യാക്കോബ് 2:13 വായിക്കുമ്പോൾ കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും.
പറയുന്നുണ്ട്, ദൈവം കാരുണ്യപൂർവ്വം നമ്മളെ വിധിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാരുണ്യപൂർവ്വം മറ്റുള്ളവരോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ ദൈവം നമുക്കത് നൽകിയതാണ്. സമ്പത്തുണ്ടെങ്കിൽ, നമുക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ, ശമ്പളം ഉണ്ടെങ്കിൽ, അതൊക്കെ ദൈവം തന്നതുകൊണ്ടാണ് നമുക്കതൊക്കെ ഉള്ളത്. പറയുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ സഹായം അർഹിക്കുന്നവർ വരുമ്പോൾ അവരെ വെറും കൈയോടെ പറഞ്ഞയക്കരുത് എന്നുള്ളത് കർത്താവ് നമ്മെ വചനത്തിൽ ഓർമ്മിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അവരുടെ മുമ്പിൽ ഉദാരത കാണിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതനുസരിച്ച് ദൈവം നമ്മെ അനുഗ്രഹിച്ചുയർത്തും എന്നുള്ളത് കർത്താവ് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സുഭാഷിതങ്ങൾ 11-ാം അധ്യായം 24-25 വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ ഉദാരമായി നൽകുന്നു, അവൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ ഉറപ്പായും ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് മുമ്പോട്ട് നയിക്കും എന്നുള്ളത് ദൈവം നമ്മെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പന്നത. അതേ, ലൗകികമായ സമ്പന്നത മാത്രമല്ല, ആത്മീയമായ സമ്പന്നത. ഈ സമ്പന്നത ദൈവത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഫിലിപ്പിയർ 4-ാം അധ്യായം അതിൻ്റെ 19 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവം സമ്പന്നനാണ്, ഈ സമ്പന്നതയിൽ നിന്നും ദൈവം എന്നെയും സമ്പന്നതയിലേക്ക് നയിക്കും. ഇത് ഭൗതിക തലത്തിൽ മാത്രമല്ല, ആത്മീയ തലത്തിലും. അങ്ങനെ ഈ സമ്പന്നത കൈവരിക്കുന്ന നമുക്ക് ഒരു കടമയുണ്ട്, മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ. അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, പങ്കുവയ്ക്കുന്നതിലൂടെ ആയിരിക്കാം. മറ്റുള്ളവരെ സമ്പന്നരാക്കാനുള്ള ഒരു വിളി ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവസാനത്തെ 5-ാമത്തെ കാര്യം ഇതാണ്, അറിവ്. അത് ആത്മീയ തലത്തിലാണേലും ഭൗതിക തലത്തിലാണേലും നമ്മൾ കാണുന്നുണ്ട്. യേശു ചെയ്ത ഒരു കാര്യം ലൂക്ക 2:46 മുതൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഉപാധ്യായരുടെ മുമ്പിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. അവൻ്റെ സംശയങ്ങളെല്ലാം അവരോട് ചോദിച്ച് അത് സംശയ നിവാരണം നടത്തുന്ന യേശുവിനെ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ടാണ് യേശു ഇറങ്ങി പഠിപ്പിക്കാൻ തുടങ്ങിയത്. ആദ്യം അവനിരുന്ന് പഠിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ വചനം കേൾക്കാനും വചനം വായിക്കാനും ആ വചനം ധ്യാനിക്കാനും ഒക്കെ സാധിക്കുമ്പോൾ നമുക്ക് അറിവ് ലഭിക്കും. ഈ അറിവ് ലഭിക്കുമ്പോഴാണ് ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുക. ജ്ഞാനം സമ്പാദിച്ച വ്യക്തികൾക്കാണ് അവരുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾക്ക് ജ്ഞാനം പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരുമുണ്ട്. നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു,
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, വിശുദ്ധ ഫൗസ്റ്റീനായേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.